നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക നീക്കവുമായി അമേരിക്കയും ഇറാനും കരാറിലേക്ക് അടുക്കുന്നതായി റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഉടൻ ഒപ്പുവച്ചേക്കുമെന്ന് റിപ്പോർട്ട്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇറാനിൽ നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാകുമെന്നാണ് അമേരിക്കയുടെ പ്രതീക്ഷ. ഇതുവരെ ഒരു കരാറിൽ എത്തിയിട്ടില്ലെങ്കിലും ഇരു രാജ്യങ്ങളും ഒരു കരാറിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന ഉടമ്പടിയുടെ പ്രാഥമിക രൂപരേഖയിൽ ധാരണയായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇറാനുമായി നല്ല രീതിയിലുള്ള ചർച്ചകളാണ് നടന്നതെന്നും സമാധാന കരാർ ഉടൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്താനുള്ള ഇറാന്റെ പ്രതിബദ്ധതയും ഉപരോധങ്ങൾ നീക്കാനുള്ള US-ന്റെ സമ്മതവും കരാർ ഉറപ്പു നൽകും. ഇറാന്റെ മരവിപ്പിച്ച ബില്യൺ കണക്കിന് ഡോളറിന്റെ ആസ്തികൾ US മോചിപ്പിക്കുന്നതും കരാർ ഉറപ്പാക്കും. ഹോർമുസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇരുവിഭാഗവും എടുത്തുകളയും. പ്രധാന കാര്യങ്ങളിൽ ധാരണയിലെത്തുന്ന 14 വകുപ്പുകൾ അടങ്ങിയ ഒറ്റപ്പേജ് ധാരണാപത്രമാണ് തുടക്കത്തിൽ ഒപ്പുവയ്ക്കുക. ഇത് യുദ്ധം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിക്കും. തുടർന്ന് 30 ദിവസത്തെ ആഴത്തിലുള്ള ചർച്ചകൾ ആരംഭിക്കും. നിലവിലെ ചർച്ചകൾ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കുന്ന കാലയളവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അത് കുറഞ്ഞത് 12 വർഷമായിരിക്കും. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണ തോത് വർദ്ധിപ്പിച്ചാൽ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കുന്ന കാലയളവ് നീട്ടാൻ അനുവദിക്കുന്ന വ്യവസ്ഥ ധാരണാപത്രത്തിൽ അമേരിക്ക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിശദമായ ആണവ ചർച്ചകൾക്കുള്ള ഒരു ചട്ടക്കൂട് സ്ഥാപിക്കാനും ഈ ധാരണാപത്രം സഹായിക്കും. കാരണം കരാർ പ്രകാരം ഇറാൻ മെച്ചപ്പെട്ട പരിശോധനാ സംവിധാനത്തിന് പ്രതിജ്ഞാബദ്ധമാകും എന്നർത്ഥം. ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കില്ലെന്ന് ഇറാൻ ഉറപ്പു നൽകും. തങ്ങളുടെ പക്കലുള്ള ഉയർന്ന തോതിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം നീക്കം ചെയ്യാൻ ഇറാൻ സമ്മതിച്ചതായി അഭിജ്ഞവൃത്തങ്ങൾ പറയുന്നു. സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയിലേക്ക് മാറ്റുന്നത് പരിഗണിക്കപ്പെടുന്ന ഒരു ഓപ്ഷനുകളിൽ ഒന്നാണ് എന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. അമേരിക്കയിൽ നിന്നും പാകിസ്ഥാൻ വഴി പുറത്തുവന്ന ഒരു പേജ് മാത്രമുള്ള ഈ മെമ്മോറാണ്ടം ഇറാന്റെ ആണവ സ്വപ്നങ്ങളെയും സാങ്കേതിക മുന്നേറ്റങ്ങളെയും എന്നേക്കുമായി തളച്ചിടാനുള്ള ശ്രമം തന്നെയാണ്. യുറേനിയം സമ്പുഷ്ടീകരണത്തിന് 15 വർഷം വരെ നീണ്ടു നിൽക്കുന്ന മൊറട്ടോറിയം ഏർപ്പെടുത്തണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാന്റെ ആണവ സ്വപ്നങ്ങൾക്ക് തടയിടുന്നു. സമ്പുഷ്ടീകരണത്തിൽ നേരിയ വ്യതിയാനം കണ്ടാൽ പോലും മൊറട്ടോറിയം നീട്ടാമെന്ന വ്യവസ്ഥ അമേരിക്കയുടെ കയ്യിലെ ഒരു രാഷ്ട്രീയ ചാട്ടവാറാണ്. കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ബോംബുകളുടെ അടുത്ത തരംഗത്തിന് തയ്യാറാവാനാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ബുധനാഴ്ച സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം. അടുത്തിടെ ട്രംപ് നടത്തിയ കടകവിരുദ്ധമായ പ്രസ്താവനകളിൽ അവസാനം വന്നതാണ് പുതിയ ഭീഷണി. ഇറാൻ സമ്മതിച്ച കാര്യങ്ങൾ അവർ നൽകാൻ തയ്യാറായാൽ അതൊരു പക്ഷേ വലിയൊരു നിഗമനമാണെങ്കിൽ പോലും ഇതിനോടകം തന്നെ ഐതിഹാസികമായി മാറിയ എപ്പിക് ഫ്യൂറി അവസാനിക്കുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ വ്യക്തമാക്കിയത്. ഫെബ്രുവരിയിൽ ഇറാനെതിരെയും ഇസ്രയേലുമായി ചേർന്ന് ആരംഭിച്ച സൈനിക നീക്കത്തിനാണ് എപ്പിക് ഫ്യൂറി എന്ന പേര് നൽകിയിരുന്നത്. അവർ സമ്മതിച്ചില്ലെങ്കിൽ ബോംബിംഗ് ആരംഭിക്കും. ദുഃഖകരമെന്ന് പറയട്ടെ, അത് മുൻപത്തേക്കാൾ ശക്തമായിരിക്കും എന്നും ട്രംപ് വിശദമാക്കി. മുൻപ് നിലവിലിരുന്ന ആണവ കരാറിൽ നിന്ന് വ്യത്യസ്തമായി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളും പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലെ ഇറാന്റെ ഇടപെടലുകളും കൂടി ഉൾപ്പെടുന്ന കൂടുതൽ കർശനമായ ഒരു കരാറാണ് ട്രംപ് ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. തന്റെ മുൻ ഭരണകാലത്തെ മാക്സിമം പ്രഷർ നയം വീണ്ടും നടപ്പിലാക്കിക്കൊണ്ട് ഉപരോധങ്ങളിലൂടെയും സൈനിക ഭീഷണിയിലൂടെയും ഇറാനെ വലിയൊരു വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിതരാക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം. അമേരിക്കയുടെ ഈ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇറാനുമായുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ ആഗോള എണ്ണ വിപണിയെ തകർക്കുമെന്നും പശ്ചിമേഷ്യയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ ആശങ്കപ്പെടുന്നു. അതേസമയം സമാധാനം ഉറപ്പാക്കാൻ ശക്തി പ്രകടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന നിലപാടിലാണ് അമേരിക്കൻ ഭരണകൂടം. അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന നിലപാടാണ് ഇറാൻ ഔദ്യോഗികമായി സ്വീകരിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ആഭ്യന്തര സമ്മർദ്ദവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നയതന്ത്ര ചർച്ചകൾക്കുള്ള സാധ്യതകൾ ഇറാൻ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. ബലപ്രയോഗത്തിലൂടെയും സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും ഇറാനെ പുതിയൊരു കരാറിലേക്ക് കൊണ്ടുവരാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുകയാണ്. പ്രധാന വിഷയങ്ങളിൽ ഇറാന്റെ മറുപടിക്കായി US കാത്തിരിക്കുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്താൻ ഇറാൻ തയ്യാറാകുന്ന പക്ഷം ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ നീക്കാമെന്നാണ് അമേരിക്ക പറഞ്ഞിട്ടുള്ളത്. അമേരിക്ക ഇറാൻ യുദ്ധം അവസാനിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ പല ഘടകങ്ങളും നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഈ യുദ്ധം, അതിൻ്റെ ചരിത്രം, രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നിവയെല്ലാം
അടിസ്ഥാനമാക്കി സമാധാനത്തിന്റെ സാധ്യതകൾ വിലയിരുത്താം. ഇറാന്റെ ആണവ പരിപാടിയും അമേരിക്കയുടെ നയങ്ങളും ഈ യുദ്ധത്തിന്റെ തുടർച്ചയിലും അവസാനത്തിലും വലിയ പങ്കാണ് വഹിക്കുന്നത്. സമാധാനത്തിന് വഴിയൊരുക്കാൻ ഇരുവശത്തും സംഭാഷണങ്ങൾ, ധാരണകൾ, അന്താരാഷ്ട്ര സമ്മർദ്ദം എന്നിവ അത്യാവശ്യമാണ്. സാഹചര്യങ്ങൾ, അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി സമാധാനത്തിന്റെ സാധ്യതകൾ വിലയിരുത്താവുന്നതാണ്. ഇറാന്റെ ആണവ പരിപാടിയും അമേരിക്കയുടെ നയങ്ങളും ഈ യുദ്ധത്തിന്റെ തുടർച്ചയിലും അവസാനത്തിലും വലിയ പങ്കാണ് വഹിക്കുന്നത്. സമാധാനത്തിന് വഴിയൊരുക്കാൻ ഇരുവശത്തും സംഭാഷണങ്ങളും, ധാരണകളും, അന്താരാഷ്ട്ര സമ്മർദ്ദവും ആവശ്യമാണ്. സമാധാനത്തിന്റെ സാധ്യതകൾ, ഇരുവശങ്ങളും തമ്മിലുള്ള തുറന്ന സംഭാഷണം, സമാധാനത്തിന്റെ വഴിയൊരുക്കാൻ ഇവ സഹായിക്കും. പിന്നെ 30 ദിവസത്തെ ചർച്ചകൾ. യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പിടുന്ന കരാറിന് പിന്നാലെ തർക്ക വിഷയങ്ങളിൽ പരിഹാരം കാണാൻ 30 ദിവസത്തെ കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നീട് ആണവ നിയന്ത്രണം. ഇറാൻ ആണവായുധം നിർമ്മിക്കില്ലെന്ന നിബന്ധനയാണ് ട്രംപ് വെച്ചിട്ടുള്ളത്. യുറേനിയം സമ്പുഷ്ടീകരണത്തിന് 10 വർഷത്തിലധികം നിരോധനം ഏർപ്പെടുത്തിയേക്കും. 15 വർഷമെന്നാണ് പറയുന്നത്. ആസ്തികൾ വിട്ടുനൽകലാണ് അടുത്ത പടി. അമേരിക്ക മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഇറാന്റെ ആസ്തികൾ തിരികെ നൽകുന്നത് ചർച്ചയിലുണ്ട്. ഹോർമുസ് കടലിടുക്ക് മറ്റൊരു പ്രധാന കാര്യമാണ്. മേഖലയിലെ സുരക്ഷയും ചരക്ക് നീക്കവും പുനഃസ്ഥാപിക്കുന്നതും ഉടമ്പടിയുടെ ഭാഗമാണ്. സങ്കീർണമായ വിഷയങ്ങൾ മാറ്റി നിർത്തി ഉടൻ പരിഹരിക്കാവുന്ന കാര്യങ്ങളിൽ ഊന്നൽ നൽകി ചർച്ചകൾ ലഘൂകരിക്കാനാണ് ട്രംപിന്റെ തീരുമാനം. ഇറാനിലെ മിതവാദികൾക്ക് ചർച്ചാമേശയിലേക്ക് തിരിച്ചുവരാൻ ഇത് വഴിയൊരുക്കുമെന്നാണ് കരുതപ്പെടുന്നത്. പാകിസ്ഥാൻ മധ്യസ്ഥർ മുഖേനയുള്ള ചർച്ചകളിൽ വലിയ പുരോഗതിയുണ്ടെന്നാണ് വൈറ്റ് ഹൗസിന്റെ വിലയിരുത്തൽ. ഇറാൻ തങ്ങളുടെ ഔദ്യോഗിക പ്രതികരണം വ്യാഴാഴ്ച മധ്യസ്ഥരെ അറിയിക്കുമെന്നാണ് സൂചന. കരാർ പരാജയപ്പെട്ടാൽ കടുത്ത സൈനിക നീക്കങ്ങളിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകിയിട്ടുണ്ട്. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഒരു സമാധാന ഉടമ്പടി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. അതേസമയം മേഖലയിലെ പ്രതിസന്ധികൾ പൂർണ്ണമായും നീങ്ങിയിട്ടില്ല. സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ ചൈന സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ഇരു രാജ്യങ്ങളും നേരിട്ട് ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും തുടർച്ചയായ കൂടിക്കാഴ്ചകൾ നടത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ വിജയിച്ചിരുന്നില്ല. നിലവിലെ നയതന്ത്ര നീക്കങ്ങൾ ഫലം കണ്ടാൽ ആഗോള രാഷ്ട്രീയത്തിൽ ഇതൊരു വലിയ വഴിത്തിരിവാകും. ഇതിനിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായി. ഇറാന്റെ തീരത്തേക്ക് പോയ കപ്പലിന് നേരെ ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. ഇറാൻ പതാക വഹിക്കുന്ന MT ഹസ്ന എന്ന കപ്പലിന് നേരെയാണ് അമേരിക്കൻ സേനയുടെ ആക്രമണം നടന്നത്. കപ്പൽ നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ചുവെന്നാണ് സെൻട്രൽ കമാൻഡ് വാദിക്കുന്നത്. ഓയിൽ ടാങ്കർ കപ്പലായ MT ഹസ്ന ഗൾഫ് ഓഫ് ഒമാനിൽ വെച്ച് US ഉപരോധം മറികടന്ന് ഇറാൻ തുറമുഖത്തേക്ക് എത്താൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. അമേരിക്കൻ ഉപരോധം മറികടക്കരുതെന്ന് നിരവധി മുന്നറിയിപ്പുകൾ നൽകിയെങ്കിലും പാലിക്കാതെ വന്നതോടെയാണ് ആക്രമണം നടത്തിയതെന്ന് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. USS എബ്രഹാം ലിങ്കണിൽ നിന്ന് അമേരിക്കൻ നാവികസേന F-A-18 സൂപ്പർ ഹോർനെറ്റ് യുദ്ധവിമാനം ഇറാനിയൻ കപ്പലിന് നേരെ വിക്ഷേപിച്ചു. 20 മില്ലിമീറ്റർ നീളമുള്ള നിരവധി തിരകൾ ഉപയോഗിച്ചു എന്നാണ് സെൻട്രൽ കമാൻഡ് വിശദമാക്കിയത്. നിലവിൽ ഈ കപ്പൽ ഇറാൻ തുറമുഖത്തേക്ക് നീങ്ങുന്നില്ലെന്നും അമേരിക്ക വ്യക്തമാക്കി. 3 ലക്ഷം DWT VLC-യായ ഹസ്ന 2003 നിർമ്മിച്ച കപ്പലാണ്. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ബുധനാഴ്ചയാണ് ഈ നാടകീയമായ സംഭവം അരങ്ങേറിയതെന്നാണ് US നേവി വിശദമാക്കിയത്. കപ്പലിന്റെ എഞ്ചിൻ ഭാഗം ലക്ഷ്യം വെച്ചാണ് അമേരിക്കൻ സൈന്യം വെടിയുതിർത്തത്. ഇതിനെ തുടർന്ന് MT ഹസ്ന കപ്പൽ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത വിധം പ്രവർത്തനരഹിതമായി. കപ്പലിൽ ഉണ്ടായിരുന്ന ആർക്കെങ്കിലും പരിക്കേറ്റതായോ അല്ലെങ്കിൽ കപ്പലിൽ നിന്ന് എണ്ണച്ചോർച്ച ഉണ്ടായതായോ റിപ്പോർട്ടുകളൊന്നുമില്ല. അമേരിക്കൻ കോസ്റ്റ് ഗാർഡും നേവിയും സംയുക്തമായാണ് ഈ ദൗത്യം നിർവഹിച്ചത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് ഈ നീക്കം. ഇറാന്റെ വരുമാന മാർഗങ്ങൾ തടയുന്നതിനും ആയുധ കടത്ത് തടയുന്നതിനുമായി അമേരിക്കൻ നാവികസേന മേഖലയിൽ കർശനമായ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിയമങ്ങൾ ലംഘിക്കുന്ന ഏത് കപ്പലിനു നേരെയും കർശന നടപടി ഉണ്ടാകുമെന്ന് അമേരിക്ക നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതുമാണ്. തങ്ങളുടെ കപ്പലിനു നേരെ നടന്നത് നിയമവിരുദ്ധമായ ആക്രമണമാണെന്നും ഇതിനെ കടൽക്കൊള്ളയായി കണക്കാക്കുമെന്നുമാണ് ഇറാന്റെ പ്രാഥമിക പ്രതികരണം. അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ ലംഘനമാണ് അമേരിക്ക നടത്തിയതെന്നും ഇതിന് തക്കതായ മറുപടി നൽകുമെന്നും ഇറാൻ ഭരണകൂടം വ്യക്തമാക്കി. ഇതുകൊണ്ട് ഒന്നുറപ്പാണ്, US ഇറാൻ പ്രതിസന്ധി ഇപ്പോഴും അതേപോലെ തുടരുന്നു. വിവിധ കോണുകളിൽ നിന്നുള്ള പ്രസ്താവനകൾ അനിശ്ചിതത്വത്തിന് ആക്കം കൂട്ടുന്നതോടൊപ്പം ഇരുപക്ഷവും തമ്മിൽ ആസന്നമായ കരാറിനെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. US ഇറാൻ ഉദ്യോഗസ്ഥർ ഇസ്ലാമാബാദിൽ ഒരു റൗണ്ട് നേരിട്ടുള്ള സമാധാന ചർച്ചകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ.
കൂടുതൽ മീറ്റിംഗുകൾ സംഘടിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ഇനി 48 മണിക്കൂർ നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ അവസാനമെന്ന്. മലയാളി വാർത്ത ഇൻസൈഡ്.